നീങ്ങിക്കോളും കാര്യങ്ങൾ. നിങ്ങളത് ആലോചിച്ച് വല്ലാതെ ബേജാറാവണ്ട. സൂര്യഗായത്രി, ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് വന്നത് ആശാസമരമാണ്. ആശാസമരത്തിൽ 95% ആശമാരും പങ്കെടുക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അങ്ങനെ 95% പങ്കെടുക്കാത്ത ഒരു സമരമായതുകൊണ്ട് അതൊരു നിസ്സാര സമരം ആയിട്ട് ഞങ്ങൾ കാണുന്നില്ല. മറിച്ച് ആ സമരത്തെ അത് പരിഹരിക്കുന്നതിന് വേണ്ടി 5 തവണ ചർച്ച നടത്തി എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഈ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് ആശാസമരം പരിഹരിക്കപ്പെടുന്നതിലേക്കുള്ള എന്തെങ്കിലും സൂചനയോ മറ്റോ ലഭിച്ചോ? ഒരു സൂചനയും മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് ഉണ്ടായില്ല എന്ന് തന്നെ വ്യക്തമായിട്ട് പറയാം. കാരണം കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് രാപ്പകൽ സമരം ഉൾപ്പെടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നടക്കുന്നത്. അതിൽ 95% ആശാ പ്രവർത്തകരും അവർ ഫീൽഡിലിറങ്ങി ജോലി ചെയ്യുകയാണ്. അവർ സമരത്തിനില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് പലതവണ ആരോഗ്യവകുപ്പ് അടക്കം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതേ പ്രതികരണം തന്നെയാണ് മുഖ്യമന്ത്രിയും ആവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി ഒന്നുകൂടി പറയുന്നു, അതുകൊണ്ട് ആ കുറച്ചുപേർ മാത്രം നടത്തുന്നത് കൊണ്ട് ആ സമരത്തെ ചെറുതായി തങ്ങൾ കാണുന്നില്ല, സമരത്തെ അവഗണിക്കുന്നില്ല. സമരക്കാരെ പലതവണ ചർച്ചയ്ക്ക് വിളിച്ചു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ തന്നെ 5 തവണ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആരോഗ്യമന്ത്രി വീണ ജോർജുമായിട്ട് നേരിട്ട് 3 ചർച്ചയും NHMന്റെ നേതൃത്വത്തിൽ 2 ചർച്ചയും അതുകൂടാതെ തന്നെ തൊഴിൽ വകുപ്പ് മന്ത്രി ഏറ്റവും ഒടുവിൽ ഒരു ചർച്ചയ്ക്ക് വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. ആ ചർച്ചയിൽ ധനവകുപ്പ് മന്ത്രി അടക്കം ഓൺലൈനായിട്ട് ചേരുകയും ഉണ്ടായിരുന്നു. ആ ചർച്ചകളിൽ ഒന്നും തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ, സമരം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. സമരം അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് സർക്കാരിന്റെയും തീരുമാനം. പക്ഷേ അത്തരത്തിലൊരു തീരുമാനം അല്ലെങ്കിൽ സമരം അവസാനിപ്പിക്കാനുള്ള ഒരു നിലപാട് ആശാപ്രവർത്തകർ എടുക്കുന്നില്ല, ഈ സമരം ചെയ്യുന്നവർ എടുക്കുന്നില്ല എന്നുള്ളത് കൂടിയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അവർ സമരം തുടങ്ങിയ അന്ന് മുതൽ തന്നെ നിരവധി കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സർക്കാരിന് കഴിയുന്നത് പലതും അംഗീകരിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓണറേറിയം അത് 7000-ൽ നിന്ന് 21,000 ആക്കി ഉയർത്താനുള്ള ഒരു സാമ്പത്തിക സാഹചര്യം അല്ല ഇപ്പോൾ സർക്കാരിന് ഉള്ളത്. അത് സമരക്കാരെ ചർച്ചയിൽ വിളിക്കുമ്പോൾ തന്നെ ബോധ്യപ്പെടുത്തിയിരുന്ന കാര്യമാണ്. മറ്റൊന്ന് വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപനം. ഈ രണ്ടിലും ഒരു തീരുമാനം, അനുകൂലമായിട്ടുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതെ സമരം അവസാനിപ്പിച്ചു പോകില്ല എന്നുള്ളതാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എടുത്തിരിക്കുന്ന തീരുമാനം. പക്ഷേ അത് രണ്ടിനും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉടനൊന്നും ഉണ്ടാകില്ല എന്നുള്ള കാര്യങ്ങൾ, സൂചനകൾ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഇതിനു മുൻപ് തന്നെ ഈ ഓണറേറിയത്തിൽ നിലനിന്നിരുന്ന നിബന്ധനകളടക്കം പിൻവലിച്ചു. അതുപോലെ തന്നെ 3 മാസം കുടിശ്ശികയുണ്ടായിരുന്നു ആശാപ്രവർത്തകർ സമരം തുടങ്ങിയ സമയത്ത്. ആ കുടിശ്ശിക തുക മുഴുവൻ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അത്തരത്തിൽ അവർ ഉന്നയിച്ച തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ആവശ്യങ്ങളൊക്കെ തന്നെ അംഗീകരിച്ച് നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും പോരാ. ഓണറേറിയത്തിൽ വർധനവും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപനവും ഇല്ലാതെ സമരം അവസാനിപ്പിച്ചു പോകില്ല എന്നുള്ളതാണ് സമരക്കാർ എടുത്തിരിക്കുന്ന നിലപാട് എന്നുള്ളതാണ്. സർക്കാരിന് പറ്റുന്നതൊക്കെ ചെയ്തു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രിയും ആവർത്തിക്കുന്നത്. മറ്റൊന്ന്, ഇൻസെന്റീവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വർധനവ് വരുത്തേണ്ടത് കേന്ദ്രമാണ്. ആശ എന്ന് പറയുന്നത് ഒരു കേന്ദ്ര സ്കീം പദ്ധതിയാണ്. അതിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്രമാണ്. കേന്ദ്രത്തിനെതിരെ ഒരു സമരവും ആശാപ്രവർത്തകർ നടത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കൂടാതെ മുഖ്യമന്ത്രി തന്നെ ആവർത്തിക്കുന്ന ഒരു കാര്യം, കേരളത്തിലാണ് ആശാപ്രവർത്തകർക്ക് ഏറ്റവും ഉയർന്ന ഓണറേറിയം നൽകുന്നത് എന്നുള്ളതാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന ശമ്പളം വാങ്ങുന്നവരാണ് കേരളത്തിലെ ആശാപ്രവർത്തകർ എന്നുള്ളത് ആരോഗ്യമന്ത്രിക്ക് ഒക്കെ പുറമെ മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിൽ പറയുമ്പോൾ, പ്രതികരണം നടത്തുമ്പോൾ, ആശാപ്രവർത്തകർ ഇനി നിലവിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് സർക്കാർ തലത്തിൽ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകില്ല എന്നതിന്റെ സൂചനകൾ കൂടിയാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ആശാപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ഈ അടിസ്ഥാന ആവശ്യങ്ങൾ, നിലവിൽ അവർ ഉന്നയിക്കുന്ന ഓണറേറിയത്തിൽ ഉൾപ്പെടെ ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ സമരം തുടരുമെന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ 7000-ൽ നിന്ന് ഒറ്റയടിക്ക് 3 ഇരട്ടി ഓണറേറിയം വർധനവിൽ അവർ ഒരു വിട്ടുവീഴ്ച വരുത്തിയിട്ടുണ്ട്. 3000 രൂപയെങ്കിലും ഓണറേറിയത്തിൽ വർദ്ധിപ്പിച്ച് തന്നാൽ തങ്ങൾ സമരം അവസാനിപ്പിച്ച് പോകാൻ തീരുമാനമെടുക്കാം എന്നുള്ള ഘട്ടത്തിലേക്ക് ആശാപ്രവർത്തകർ എത്തിയിട്ടുണ്ട്. പക്ഷേ ഓണറേറിയത്തിന്റെ കാര്യത്തിൽ ഒരു വർധനവും നടത്താനുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം ഒരു കമ്മിറ്റി വെക്കുകയും ആ കമ്മിറ്റി വിശദമായിട്ട് ആശമാരുടെ
പ്രശ്നങ്ങൾ പഠിച്ച് 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാമെന്നുള്ള ഒരു നിലപാട് വച്ചിട്ടുണ്ടായിരുന്നു, ഒരു നിർദ്ദേശം അവർക്ക് മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ 3 മാസം എന്നുള്ളത് തൊഴിൽ മന്ത്രി നേരിട്ട് 1 മാസം എന്ന് ചുരുക്കി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനോടും ആശമാർ നിലവിൽ യോജിക്കാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഓണറേറിയത്തിൽ എന്തെങ്കിലുമൊക്കെ വർധനവ് വരുത്തി കഴിഞ്ഞതിന് ശേഷം മറ്റ് പ്രശ്നങ്ങൾ നിങ്ങൾ ഒരു കമ്മിറ്റി വെച്ച് പഠിച്ചോ, റിപ്പോർട്ട് തയ്യാറാക്കിക്കോ, തുടർ നടപടികൾ സ്വീകരിച്ചോ എന്നുള്ളതാണ് ആശാപ്രവർത്തകർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം. പക്ഷേ അത് ഒരു കണക്കിലും അതിനോട് യോജിക്കാൻ കഴിയാത്ത നിലപാടാണ് സർക്കാരിനുള്ളത്. എന്തായാലും രണ്ട് പക്ഷത്തിനും സമരം എത്രയും വേഗം അവസാനിപ്പിച്ച് തിരികെ സമരം അവസാനിപ്പിക്കണം എന്നുള്ളതുണ്ട്. പക്ഷേ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിന് അനുയോജ്യമായിട്ടുള്ള തീരുമാനം ആശാപ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ആശാപ്രവർത്തകർ ഉന്നയിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്തോ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എന്തായാലും നാളെ ആശാപ്രവർത്തകരുടെ സമരം അത് 2 മാസം പിന്നിടുന്നു എന്നതുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആശാസമരം തീരണമെന്ന് സമരം ചെയ്യുന്നവർക്കും താല്പര്യം വേണ്ടേ എന്നുള്ള ചോദ്യവും മുഖ്യമന്ത്രി ഉന്നയിക്കുകയുണ്ടായി. സൂര്യഗായത്രിയിലേക്ക് ഞാൻ തിരികെ വരാം. ഈ വാർത്താ സമ്മേളനത്തിൽ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി എന്തൊക്കെ രീതിയിലാണ് പ്രതികരിച്ചത് എന്ന്